എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും, അത് കാര്യമാക്കാനില്ല. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിന്റെ കാര്യം തന്നെ എടുക്കാം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇവരുടെ ഒന്നും മുഖത്ത് വിനയമില്ലല്ലോ. പക്ഷെ ജെന്റിൽമാൻ ആണ് ഈ രണ്ടുപേരും. ഞാൻ പറഞ്ഞ ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ ഇത്തരം നാട്യമുള്ളൊരു മുഖം ജയറാമിന്റെ മകൻ കാളിദാസിന് പോലും കാണാൻ കഴിയില്ല എന്നാണ് എന്റെ നിരീക്ഷണം. നിന്റെ അച്ഛന്റെ പ്രതിഭയും സംഗീതം ഒക്കെ കൊള്ളാം, പക്ഷേ ചില നേരത്തെ ആളൊരു മഹാബോറനായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ. കത്തുന്ന പുരയിൽ ഈർക്കിൽ വലിച്ചൊരുന്നവൻ. എത്ര പെട്ടെന്നാണ് നായകനിൽ നിന്നും തപോന്ന് താഴെ പോയത്. നമ്മുടെ പേരിനുണ്ടായ ഡാമേജ് അത് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? പേരുടെ കളയാന. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടന്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ, പഠിപ്പിച്ച് വലുതാക്കി ഉത്സവ പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. പക്ഷേ തമിഴന്റെ ക്യാമറ കണ്ടാ പറയും മാതൃഭാഷ എന്റേത് തമിഴ്. കുറെ കാലമായി ഇവിടെ ദേഹമനങ്ങാതെ നിന്ന് തിന്നുവല്ലയോ, മെഴാന്നല്ലേ ഇരിക്കുന്നത്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. ഇതൊന്നും ഇന്ന് മനസ്സിലാവില്ല, നാളെ മനസ്സിലാവുള്ളൂ. 100% നല്ല നിരീക്ഷണമാണത്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ. പക്ഷെ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അമ്മ വന്ന് കുംഭകോണം, അപ്പ വന്ന് പാലക്കാട്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. ഇതെന്റെ മദറിന്റെ ബർത്ത് പ്ലേസ് ആണ്. അന്തകാലത്ത് പാലക്കാട് തമിഴ്നാട്, നാം വന്ന് പെരുമ്പാവൂർ, കുളന്തകൾ ചെന്നൈ, പൊണ്ടാട്ടി നായർ കുറുപ്പ്. വിശ്വാസം വരണില്ലല്ലേ? അന്ത ടൈമിലെ പാലക്കാടും തമിഴ്നാട്ടിൽ താ ഇരുന്നത്. ജനിച്ചത്, പഠിച്ചത്, വളർന്നത് കൊച്ചി. എന്റെ ജയ്സാ, ഹോ മതി. ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? തമിഴും മലയാളവും ഒന്ന് മാതിരിതാ. ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ്, അന്ത മാതിരി ഇല്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. പക്ഷെ ഞാൻ ജനിച്ചത്, വളർന്നത്, പഠിച്ചത്, പേരുണ്ടാക്കിയത്, സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. താങ്കൾക്ക് ഇത് നേരത്തെ പറയാൻ മേലായിരുന്നു. അത് സമ്മതിക്കണ്ടേ? സമ്മതിച്ചിരിക്കുന്നു, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോ. നിങ്ങൾ കാര്യം അറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. എന്ത് അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. ഇത് കോമാളി വേഷമാണോ ഏട്ടാ? ഇയാൾക്ക് എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിൽ പേസുന്നതെല്ലാം തമിഴ്. എനിക്കറിയില്ല, പൊണ്ടാട്ടി തമിഴ്നാട്ടിൽ താമസത്തിന് പോയ ശേഷമായിരിക്കും തമിഴ് പഠിച്ചത്. ചെറുതാനേ, അല്ലാതെ തമിഴ് പഠിച്ച ആളല്ലല്ലോ ഇയാളുടെ ഭാര്യ. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല. നിനക്ക് മെച്ചമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. റാംരാജിന്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എന്റെ നാടിന്റെ താളത്തിൽ അഭിമാനമുണ്ട്. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഫ്രോഡ്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായനക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട. എന്റെ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്. എന്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. താനേ എനിക്ക് മനസ്സിലായി. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴന്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി
ചെയ്തത്. ഈ കെട്ടിയോൻ പറയുന്ന പോലെ പൊണ്ടാട്ടി പറയില്ല, പാർവതി പറയുമോ ഞാൻ തമിഴത്തിയാണെന്ന്? അയ്യോ, ഞാൻ ആ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഓളില്ല പറയുന്നു. ഞാൻ തിരുവല്ലക്കാരി നല്ല കുറുപ്പാണെന്നല്ലേ പറയൂ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. നക്കാപ്പിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സ് ആണ് ഇത് എന്ന് ഞാൻ പറയും. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ, എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്.